സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ശുദ്ധാരൂപമാരുടെ രാജ്ഞി നിരന്മാരായിരിക്കുന്നവർ പത്രോസേമാർ പൗലോസേമാർ യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർക്കോമായി ഞങ്ങളേറ്റവും ഭാഗ്യമുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ചായി നിങ്ങളുടെ സ്ത്രീകളോട് ഭാഗങ്ങൾ ഏറ്റെളിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ുള്ള മാതാവേ മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജെരിക്കോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. ജെരിക്കോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമില്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായ നല്ല ദൈവമേ, ഈ നല്ല നിമിഷത്തിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ എളിയ മിസ്സിയ കൂട്ടായ്മയെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ എല്ലാമായ ആലിസാൻഡിയെ സമർപ്പിക്കുന്നു. ടോമിച്ചൻ ചേട്ടൻ, റിസോഴ്സ് ടീം അംഗങ്ങൾ, എല്ലാ മെന്റേഴ്സെയും മീഡിയ ടീം എല്ലാവരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ സെഷനിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഫൈനൽ ബ്ലെസ്സിങ്സിനായി എത്തുന്ന സ്നേഹം നിറഞ്ഞ ജൂബി അച്ഛനെയും സമർപ്പിക്കുന്നു. ഇന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച മിസിയോ ഫാമിലിയെയും, പ്രൊക്ലമേഷൻ നടത്തുന്ന മേഴ്സി ചേച്ചിയെയും, സാക്ഷ്യം പറയുന്ന മേരി ചേച്ചിനെയും, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന അഗസ്റ്റിൻ ചേട്ടനെയും, മോഡറേറ്റർ ലീന ചേച്ചിയെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമർപ്പിക്കുന്ന അവരെ ആത്മാവിൻ ശക്തിയാൽ അങ്ങ് നിറയ്ക്കണമേ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞങ്ങൾ ഏത് സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഉള്ള കൃപ നൽകണമേ. അവനിൽ വിശ്വസിക്കുന്നവർക്ക്
ശിക്ഷാവിധി ഇല്ല എന്ന് വചനം പറയുന്ന ദൈവമേ, ഞങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവാനും ഞങ്ങളുടെ ജീവിതം തന്നെ സുവിശേഷമാകുവാനും ഉള്ള കൃപ നൽകണമേ. ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതി. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ ഒരുക്കുന്നതിന് മിസിയോ ടീം നയിക്കുന്ന കെറിഗ്മ ഓൺലൈൻ കോഴ്സിന്റെ 13ാമത് ബാച്ചിന്റെ 5ാമത്തെ സെഷനിലേക്ക് യേശു ക്രിസ്തുവിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ജപമാല പ്രാർത്ഥന നയിച്ച മിസിയോ കുടുംബത്തിനും പ്രാരംഭ ഗാനവും പ്രാർത്ഥനയും നയിച്ച മേബിൾ ഷാജിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയട്ടെ. ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ എന്നീ നിത്യസത്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്തതിനു ശേഷം 4ാമത്തെ നിത്യസത്യമായ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായി മിസിയോ കുടുംബത്തിന്റെ മാർഗദർശിയും രക്ഷാധികാരിയുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ മിസിയ കുടുംബത്തിലേക്ക് ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കോഴ്സിന്റെ സാരഥിയായ ആലിസ് കുട്ടി ചേച്ചിയെയും ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും, മെന്റേഴ്സിനെയും, മീഡിയ ടീമിനെയും, എല്ലാ കോർഡിനേറ്റേഴ്സിനെയും പ്രത്യേകമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് വളരെ തീക്ഷ്ണതയോടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ. ദൈവം മനുഷ്യന് സൗജന്യമായി നൽകുന്ന ഒന്നാണ് വിശ്വാസം. അപ്പോസ്തല പ്രവർത്തനം 16ാം അധ്യായത്തിലെ തടവറയിലെ അത്ഭുതം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണ് തടവറയിലെ കാവൽക്കാർ ചോദിക്കുന്നുണ്ട്, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അവർ മറുപടി പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. യേശുവിനെ അറിഞ്ഞ നാം ഓരോരുത്തരും ഈ വിശ്വാസ പ്രത്യുത്തരമാണ് നൽകേണ്ടത്. വിശ്വാസ പ്രത്യുത്തര പ്രഘോഷണത്തിനായി മേഴ്സി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ത്രിത്വൈക ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. യേശു ക്രിസ്തുവിലൂടെ 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മെ എല്ലാവരെയും ദൈവം രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്ന സദ്വാർത്തയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത്. യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഈ രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ ഇനി നമ്മുടെ ഭാഗത്തു നിന്നും ഹൃദയ പരമാർത്ഥതയോടെയുള്ള ഒരു പ്രത്യുത്തരം അത്യാവശ്യമാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതും ആഴമേറിയ അനുതാപത്തോടെ ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുക എന്നതും. അതിനായി നമുക്ക് ഹൃദയപൂർവ്വം ഒരുങ്ങാം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10ാം അധ്യായം 17ാം വാക്യം പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മെ അവനിൽ വിശ്വസിക്കാൻ നിർബന്ധിതരാക്കും. കാരണം അവൻ ഈ ഭൂമിയിൽ പിറന്നതും ജീവിച്ചതും പീഡ സഹിച്ചതും മരിച്ചതും
ഉയർത്തതും സ്വർഗാരോഹണം ചെയ്തതും പരിശുദ്ധാത്മാവിന് നൽകിയതുമെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അതാണ് അവനെക്കുറിച്ച് നമുക്ക് ലഭിക്കേണ്ട യഥാർത്ഥ അറിവ്. ആ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവുകഴിവില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ആ നിത്യസത്യമാണ് നാം തിരിച്ചറിഞ്ഞത്. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതായത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? യേശുക്രിസ്തുവിന് നൽകിയതിലൂടെ സമസ്തവും നൽകി കഴിഞ്ഞെന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവം മനുഷ്യകുലത്തിനായി ഒരുക്കിയ സ്വർഗീയ സമ്മാനമാണ് യേശുക്രിസ്തു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞതാണെന്ന സത്യമാണ് നാം തിരിച്ചറിഞ്ഞത്. അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണെന്നും അവനെ ദൈവം ഉയർപ്പിച്ചത് നമ്മെ നീതീകരിക്കാനാണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അവന്റെ ജീവിതവും പീഡാസഹനങ്ങളും മരണവും ഒക്കെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. വീണ്ടും പൗലോസിയുടെ വചനങ്ങൾ നമുക്ക് ഓർക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നു, അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിൽ സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? അവന്റെ മരണത്തോട് നാം താതാത്മ്യപ്പെടണമെന്നല്ലേ ഈ വചനം നമ്മോട് പറയുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് പീഡ സഹിച്ച് മരിച്ചു കുരിശിൽ മരിച്ച യേശു വെറുതെ അങ്ങ് മരിച്ചു പോവുകയല്ല ചെയ്തത്. പ്രത്യുത ലേവ്യരുടെ പുസ്തകത്തിലെ 16-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ കാണുന്ന പോലെ കോലാട്ടിൻകുട്ടിക്ക് സദൃശ്യമായി ലോകത്തിന്റെ സകല പാപങ്ങളും തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ടാണ് അവൻ മരണപ്പെട്ടത്. ലേവ്യരുടെ പുസ്തകത്തിൽ അന്നത്തെ മഹാപുരോഹിതനായ അഹറോൻ കോലാടിന്റെ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ സകല അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്ന ചിത്രമാണ് കാണുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ ഈശോയുടെ കാലത്തെ ഒരു പ്രധാന പുരോഹിതനായിരുന്ന കയ്യഫാസ് ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിന്റെ ശിരസിൽ സകല ജനത്തിന്റെയും പാപങ്ങളുടെ ഭാരം ചുമത്തുന്ന ചിത്രവും നാം കാണുന്നുണ്ട്. സ്നാപയോഹന്നാൻ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. യേശു മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. 2 കൊറിന്ത്യസ് 5:21 പൗലോസ്ലീഹ പറയുന്നു, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അതേ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്താണ് അവൻ മരിച്ചത്. അതായത് അവൻ നമ്മുടെ പകരക്കാരനായി തീർന്നു. ആ സത്യമാണ് നാം ഹൃദയത്തിൽ ആഴത്തിൽ വിശ്വസിക്കേണ്ടതും അധരം കൊണ്ട് ഏറ്റുപറയേണ്ടതും. അവൻ ഒരു ഊനമറ്റ കുഞ്ഞാടായിരുന്നിട്ടും ഒരു നിരപരാധിയായിരുന്നിട്ടും പാപിയും ദ്രോഹിയുമായ എനിക്ക് വേണ്ടി അവൻ മരിച്ചുവെങ്കിൽ എന്റെ പാപങ്ങളാണ് അവന്റെ ശിരസിൽ കെട്ടിവെക്കപ്പെട്ടതെങ്കിൽ അവനോടുകൂടെ ഞാനും പീഡസഹിക്കുകയും അവന്റെ മരണം സ്വന്തം മരണമാക്കി മാറ്റുകയും ചെയ്താൽ മാത്രമേ അവന്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാവാൻ എനിക്ക് കഴിയൂ എന്നാണ് പൗലോസ്ലീഹ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. അവനെ ദൈവം മരണപാശത്തിന് വിട്ടുകൊടുത്തില്ല. പ്രത്യുത അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചത് വഴി അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ ഉടമയായി തീരുകയും ചെയ്തിരിക്കുന്നു. ഇത് വിശ്വസിച്ചാൽ നാം രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9 പറയുന്നു. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എനിക്ക് വേണ്ടി കോടികളുടെ നിക്ഷേപമുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ ആരായാതെ ഞാൻ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്നതിന് തുല്യമാണ്. എന്റെ കടങ്ങളും പാപങ്ങളും 2000 വർഷങ്ങൾക്ക് മുൻപേ
എഴുതി തള്ളിയതാണെന്നും ആഴിയുടെ അഗാധങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും പാപഭാരത്തിലും പിരിമുറുക്കത്തിലും കഴിയുന്നത്. ആ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. പാപത്തിൽ മരിച്ച നാം അവനോടുകൂടെ പാപത്തിന് മരിക്കണം. അതായത് എന്റെ പാപങ്ങൾ ഒന്നൊന്നായി അവന്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയണം. അവൻ കാൽവരിയിൽ എനിക്കായി നേടിത്തന്ന വിമോചനം എന്റെ സ്വന്തമാക്കണം. അതുവഴി ദൈവവുമായും എന്നോട് തന്നെയും സഹജീവികളുമായും അനുരഞ്ജനപ്പെടുകയും അവനിലൂടെ ദൈവം എനിക്ക് സമ്മാനമായി നൽകിയ രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവിക ജീവനും ഞാൻ സ്വന്തമാക്കുകയും വേണം. എന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. പക്ഷേ യേശുവിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ബോധവതി ആയിരുന്നില്ല. കുമ്പസാരവും കുർബാന സ്വീകരണവും ഒക്കെ ഒരു ചടങ്ങായി എന്റെ ജീവിതത്തിൽ തുടർന്നു വന്നിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഓരോ കുമ്പസാരവും ജീവിത നവീകരണത്തിന്റെ നിരന്തര വിശുദ്ധീകരണത്തിന്റെയും ചവിട്ടുപടികളാണെന്ന്. യേശുവിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്ന അപരിമേയമായ സ്നേഹത്തിന്റെ ആഴങ്ങൾ ആസ്വദിക്കുവാനുള്ള സുന്ദരമായ അവസരങ്ങളാണ് ഓരോ കുമ്പസാരവും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പത്രോസ് തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞതും മാനസാന്തരപ്പെട്ടതും യേശുവിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് അവൻ നിന്നതുകൊണ്ടാണ്. ഈശോ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേ പത്രോസിന് തന്റെ തിന്മകളെല്ലാം ഓർമ്മ വന്നതുപോലെ, കണ്ണീരോടെ അവൻ വിലപിച്ചതുപോലെ ഈശോയുടെ കണ്ണെത്തുന്ന ദൂരത്തിൽ നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കുമ്പസാരക്കൂട്ടിലെ ഓരോ മുട്ടുകുത്തലുകളും. അവിടുന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ, അഥവാ അവിടത്തേക്ക് നമ്മുടെ കണ്ണുകളിൽ നോക്കുവാൻ നാം ഒന്ന് നിന്നു കൊടുക്കുമ്പോൾ, ചെയ്യാൻ മറന്നുപോയ കടങ്ങളും വാഗ്ദാനങ്ങളും ലംഘിച്ച കൽപ്പനകളും ഇടഞ്ഞു നിൽക്കുന്ന മുഖങ്ങളും കൊടുത്തു വീട്ടാത്ത കടങ്ങളും പല അള്ളിപ്പെടുത്തലുകളും തള്ളിപ്പറച്ചിലുകളുമെല്ലാം നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരും. അതാണ് സങ്കീർത്തനം 98 നമ്മോട് പറയുന്നത്. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിലും കുമ്പസാരക്കൂട്ടിലും മുട്ടുകുത്തുമ്പോൾ അവിടുത്തെ മുഖപ്രകാശത്തിൽ നമ്മുടെ പാപങ്ങൾ, ആരും അറിയാതെ മനഃപൂർവ്വം ഒളിച്ചു വെച്ച നമ്മുടെ രഹസ്യ പാപങ്ങൾ, മറന്നു കിടന്ന നിരവധിയായ തിന്മകളൊക്കെയും ഒന്നൊന്നായി വെളിപ്പെട്ടു വരും. എല്ലാ പാപകടങ്ങളും ഏറ്റുപറഞ്ഞ് അവിടുത്തെ കാൽവരി യാഗത്തിലൂടെ എനിക്ക് നേടിത്തന്ന വിശുദ്ധീകരണം മറുപടിയായി ഏറ്റുവാങ്ങുന്ന സുന്ദര നിമിഷങ്ങളാണ് കുമ്പസാരത്തിന്റെ നിമിഷങ്ങൾ. യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധി വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവിക ജീവൻ ആസ്വദിക്കുവാൻ ഈ ആഴ്ചയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹോന്നതനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു മേഴ്സി ചേച്ചി. ദൈവത്തിന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞെന്നും നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ലെന്നും ആയതിനാൽ ദൈവകൽപ്പനകൾ അനുസരിച്ചും പാപമോചനം നടത്തിയും നാം ജീവിക്കണമെന്ന് മേഴ്സി ചേച്ചി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി ടെസ്റ്റിമണി. തന്റെ ജീവിതാനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതിനായി മേരി ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ തൊടുപുഴയാണ് വീട്. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുന്നത് 1991 എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് അന്ന് എനിക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായി. ആ തീരണ ലാസ്റ്റ് വെള്ളിയാഴ്ച ദിവസം എനിക്ക് പനക്കലച്ഛനെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ബഹളം കൂട്ടുകയും അവസാനം എന്നെ ഭയങ്കര ബഹളം വെച്ച മുറിയിൽ പൂട്ടിയെടുക്കുകയും ചെയ്തു.
അങ്ങനെ ഒരു ഞാൻ കിടന്ന് കരച്ചിലും വീഴ്ചിലും കാറിലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ആ മുറിയിൽ കിടക്കുമ്പോൾ അവരെല്ലാവരും വന്ന് കൂട്ടമായി എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ശാന്തത കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഒരു മയക്കത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണ് തെളിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു ബൈബിള് കണ്ടു. ആ ബൈബിളിൽ എനിക്ക് കിട്ടിയ, ഞാൻ തുറന്നു നോക്കി, കണ്ണീരോടെയാണ്, കണ്ണുനീര് ഒഴുകണ കാരണം എനിക്ക് വചനമൊന്നും കാണാൻ പോലും പറ്റില്ല. പക്ഷെ ആ കണ്ണീരിലൂടെ ഞാൻ കണ്ടു മത്തായി 9:12 ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന്. ഞാൻ ആ ബൈബിള് മടക്കി വെച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും അവിടെ കിടന്ന് കരച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നപ്പോൾ എനിക്ക് കാണാം, ഒരു മയക്കത്തിൽ ഞാൻ കണ്ടു, ഞാൻ വിളിച്ചു കൂവി, ഈശോ വരുന്നു, അച്ഛൻ്റെ രൂപത്തിൽ ഈശോ വരുന്നു എന്ന്. ആ സമയം തന്നെ, ആ നിമിഷം പനക്കലച്ഛൻ ഒരു ബൈബിളും പിടിച്ച് എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അങ്ങനെ അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ധ്യാനം കഴിഞ്ഞ്, അത് 1-ാം പ്രമാണ ലംഘനത്തിന്റെ മേഖല ഞങ്ങളുടെ ഭവനത്തിൽ വന്ന കുടുംബത്തിലും ഉണ്ടായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 7:34-7 പറയുന്നു, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവർ എന്ന കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളെയും 3-4 തലമുറ ശിക്ഷിക്കുന്നവനെന്ന്. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആ മേഖല വിട്ടുപോയി. വീണ്ടും ഞാൻ പല ധ്യാനങ്ങൾ കൂടി 92-ൽ എനിക്ക് മകൾ ഉണ്ടായി. ആ മകള് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ഡൗൺ സിൻഡ്രോം ആയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ദൈവത്തോട് പഴി പറഞ്ഞു, ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ട് എനിക്ക് ദൈവത്തോട് പഴി പറഞ്ഞൊക്കെ ഞാൻ വേദനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ പ്രസംഗിക്കുന്നു കേട്ടു, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്നായി നോക്കണം, അവര് ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ പല ധ്യാനം കൂടിയെങ്കിലും 99-ൽ ഞാൻ വീണ്ടും ഞാനും എൻ്റെ ഭർത്താവും കൂടി ധ്യാനത്തിൽ പോകുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാക്യംപറമ്പലച്ഛൻ പറയുന്നത് കേട്ടു, ഈശോയെ ദർശനത്തിൽ കണ്ടവര് എണിച്ചു നിൽക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തു, ഇതെന്താ, നമ്മൾ മരിച്ചു കഴിയുമ്പോഴല്ലേ ഈശോയെ കാണുന്നത്, അതിനു മുമ്പ് നമ്മളെങ്ങനെ ഈശോയെ കാണുന്നത് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞു, ഈശോയെ ദർശനത്തിൽ കണ്ടവർ എണീച്ചു നിൽക്കാൻ. അപ്പോൾ ഞാൻ എണീച്ചു നിന്നവരോടും അച്ഛനോടും എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. ഞാൻ ആ വേദനയിലും വിഷമത്തിലും ഞാനും വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെങ്കിൽ നിന്നെ എനിക്ക് കാണണം, കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ലെന്ന്. അങ്ങനെ വെള്ളിയാഴ്ച അഭിഷേക പ്രാർത്ഥന തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരു വെട്ടം ആഞ്ഞടിച്ചു. ഞാൻ കണ്ണു തെളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ല, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും രണ്ടാമതും എൻ്റെ മുഖത്തേക്ക് വെട്ടം ആഞ്ഞടിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഓർക്കും, ഇത് എൻ്റെ മുഖത്തേക്ക് ആരടാ ടോർച്ചടിക്കണേന്നുള്ള ഭാവത്തിൽ ഞാൻ കണ്ണു തെളിഞ്ഞ് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മുഴക്കത്തിൽ ഒരു ആണിന്റെ സ്വരം പോലെ എൻ്റെ ചെവിയിൽ കേട്ടു, നീ കണ്ണു തുറന്ന് ഈ തിരുവോസ്തിയിലേക്കൊന്ന് നോക്കാൻ. ഞാൻ തിരുവോസ്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ആ അപ്പത്തിന്റെ സ്ഥാനത്ത് തിരുഹൃദയത്തിന്റെ രൂപം. എന്നെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ടും വിറച്ചിട്ട് കണ്ണിറുക്കി അടച്ചു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ ഞാൻ കിടന്ന് വിറയ്ക്കുകയാണ് ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോ പോയെന്ന് അറിയാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഈശോ ചിരിക്കുന്ന ഈശോയെ ഞാൻ കണ്ടത്. ഞാൻ വേഗം നോക്കി നിന്നു കുറെ നേരം. അപ്പോൾ എന്നോട് വീണ്ടും ഒരു സ്വരം കേട്ടു, നീ സ്തുതിക്കാൻ. അപ്പൊ ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും സ്വരം കേട്ടു, നിന്റെ വേദനകളെല്ലാം ഇങ്ങ് വിട്ടുതാട്ട്, നിന്റെ വിഷമം ഇങ്ങോട്ട് വിട്ടുതാട്ടുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വേദനകളെല്ലാം ഞാൻ വിട്ടു തന്നല്ലോ ഈശോയെ, എനിക്കിനി വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞുകൊണ്ട് നീ ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് ഞാൻ എൻ്റെ മകളെക്കുറിച്ച്, എൻ്റെ മകൾ അമലയെക്കുറിച്ച് ഓർക്കുന്നത്. അവർക്കന്ന് 8 വയസ്സുണ്ട്. 5 വയസ്സിൽ അവളെ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തു. പക്ഷെ ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ 8 വയസ്സിലും അവൾ സംസാരിക്കില്ല, ഒരു സൗണ്ട് മാത്രമേ കേൾക്കുമായിരുന്നു. എന്ത് സാധനം ഉണ്ടെങ്കിലും കൈ ചൂണ്ടിയിട്ട് ആ സൗണ്ട് കേൾപ്പിക്കും. അങ്ങനെയായിരുന്നു. അവൾ ഒരു വാക്കുപോലും സംസാരിക്കുകയില്ലായിരുന്നു. അപ്പോഴും ഞാൻ ആ ഭാഗം ഓർത്തത്, ഈശോ എന്നോട് ചോദിക്കുക, നിന്റെ മകളെ നിനക്ക് കാണണ്ടേന്ന്. ഞാൻ കണ്ണു തെളിച്ച് നോക്കിയപ്പോൾ ഒരു പീഠത്തിൽ ഈശോ വെള്ള ഉടുപ്പും
ചുവന്ന ഷാളും ഇട്ടിരിക്കുന്ന ഈശോയെ ഞാൻ കണ്ടു. എൻ്റെ മകളുടെ 2 കക്ഷത്തിലും പൊക്കി പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ കണ്ടോ, നിന്റെ മകളാ ഇരിക്കണ കണ്ടോ, എൻ്റെ കയ്യിലാണ് അവൾ എന്ന്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മകളെ ഞാൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ടു വീണു. ആ കാഴ്ച കാണും അമലേന്ന് വിളിക്കും, ഞാൻ ബോധം കെട്ടു വീണു. ഉടനെ അവര് തന്നെ ഓടി വന്ന് എന്നെ താങ്ങി എണിപ്പിച്ചിരുത്തി വെള്ളമൊക്കെ തന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് വീണ്ടും എണീറ്റ് നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മകളെ ഈശോ മടിയിൽ വെച്ച് ലാളിക്കുന്ന ആ രംഗമാണ് ഞാൻ കണ്ടത്. അപ്പോഴും ഞാൻ ബോധം കെട്ട് വീണു. ഈശോ അമലേന്ന് വിളിച്ചോണ്ട് ഞാൻ ബോധം കെട്ട് വീണു. വീണ്ടും കുറെ നേരം കഴിയുമ്പോൾ അവരെല്ലാം വിളിച്ച് എന്നെ പിടിച്ചിരുത്തി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഈശോ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ പിന്നെ ചോദിക്കുന്നു, നിന്റെ മകളുടെ മന്നത ഞാൻ എടുത്ത് മാറ്റും, അവൾ സംസാരിക്കുമെന്ന്. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പിന്നെ കാണുന്ന ഭാഗം എല്ലാം സ്വർഗമാണ്. മാലാഖമാര് പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഇതില് ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഭാഗമാണ് എനിക്ക് ഉണ്ടായത്. വീണ്ടും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. എനിക്ക് യാതൊരു വിശ്വാസമോ പരിശുദ്ധ കുർബാനയിലോ ഒന്നും എനിക്ക് വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ ഈ ദിവ്യകാരുണ്യത്തിലും പരിശുദ്ധ ദിവ്യബലിയിലും ജീവനോടെ വരുന്നുണ്ട്, എഴുന്നള്ളി വരുന്നുണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ആ ധ്യാനം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എൻ്റെ മോള് അമ്മച്ചി ചാച്ച എന്ന് വിളിക്കുന്ന ആ സ്വരം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം എൻ്റെ മകൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ജപമാലയിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ജപമാല എനിക്ക് അറിയില്ല സത്യത്തില്. ഞാൻ പള്ളിയിൽ കുഞ്ഞിലെ പാട്ട് പാടുന്ന ആളാണെങ്കിൽ ഇതിലൊന്നും കുർബാനയിലോ ജപമാലയോ ഒരു വിശ്വാസം പല ധ്യാനം കൂടിയെങ്കിലും എനിക്കില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ജപമാല എടുത്ത് പുസ്തകമൊക്കെ എടുത്ത് ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ഇരുന്നപ്പോഴും എന്നെ മാതാവ് ഒരൊറ്റ മണിക്കൂറും കൊണ്ട് അന്ന് പ്രകാശത്തിന്റെ രഹസ്യമില്ല 3 രഹസ്യങ്ങൾ എന്നെ കാണാതെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ജപമാലയിലോട് ഭയങ്കര ഭക്തിയായി ജപമാല ചെല്ലാൻ തുടങ്ങി. ഞാൻ ഇന്നും അതിനുശേഷം എനിക്കും ഭർത്താവിനും ജോലി കിട്ടി. പക്ഷെ എനിക്ക് ബലി അർപ്പിക്കാൻ പാവം പറ്റുന്നില്ല, അത്ര ദൂരം പോകണം. അത് കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 2004 ഞാൻ മുതലക്കുടം എന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ബലി അർപ്പിക്കാൻ പറ്റുന്നുണ്ട്. മുടങ്ങാതെ ബലി അർപ്പിക്കാൻ പോകുന്നു. ബലിയുടെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമൊക്കെ കുമ്പസാരിക്കുന്ന മാസത്തിൽ ഒരിക്കലായിരുന്നു. പിന്നെ ഞാനത് കുമ്പസാരം ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ കുമ്പസാരിക്കും. എന്നാന്ന് വെച്ചാൽ ഒരു ചെറിയ പാവം പോലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ആ ബോധ്യം എനിക്ക് കിട്ടി. സങ്കീർത്തനം 34:5 പറയുന്നു, അവനെ കണ്ടവർ പ്രകാശിതരായതെന്ന്. അതെ, ഞാൻ പ്രകാശിതമായ ഒരു ജീവിതത്തിലേക്കായി. പിന്നെ സങ്കീർത്തനം 139:26 പറയുന്നു, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരം. അതെ, ഞാൻ ഇന്ന് പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കാഴ്ചക്കാരായിട്ട് പോയി നിൽക്കരുത്. സത്യമായും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജീവനോട് എഴുന്നള്ളി വരുന്നതാണ് ദിവ്യബലി. അവിടെ വൈദികന്റെ മുമ്പിൽ നിന്ന് ബലിയർപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ആണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിലും വിശുദ്ധ ബലിയിലും നമ്മൾ ഭക്തിയോടെ അലസരായിട്ട് പോയിരുന്ന ഒരിക്കലും നിങ്ങൾ ബലിയർപ്പിക്കരുതേ എന്ന് ഞങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഞാൻ
ലീല മേരിയുടെ കണക്ഷൻ ലോസ്റ്റ് ആയി. താങ്ക് യു മേരി ചേച്ചി. തിരുവോസ്തി രൂപനായി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന അനുഭവ സാക്ഷ്യം പങ്കുവെച്ച മേരി ചേച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ. വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ച് ആഴമായി നമ്മെ മനസ്സിലാക്കുന്നതിനായി അഗസ്റ്റിൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 പ്രഘോഷണത്തിലും അതുപോലെ തന്നെ സാക്ഷ്യത്തിലൂടെയും നാം കേട്ടത് വിശ്വാസിച്ച് ദൈവത്തില് ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കേണ്ടത് എന്താണെന്ന് ഇപ്പോൾ നമുക്കൊരു സംശയം. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? മേഴ്സി തന്റെ പ്രഘോഷണത്തിന്റെ ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. നാം വിശ്വസിക്കേണ്ടത് മറ്റൊന്നുമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തമ്പുരാൻ, സ്നേഹമായ ദൈവം തന്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാനും എന്നെ രക്ഷിക്കുവാനുമായിട്ട് എന്ത് പറഞ്ഞേ ലീന? വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ പുത്രനെ അയച്ച് നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് അത് പ്രസന്റേഷൻ സ്ലൈഡിലേക്ക് വരുന്നില്ല കേട്ടോ. ആ പ്രസന്റേഷൻ സ്ലൈഡ് ഓപ്പൺ ചെയ്യേ. കണക്ഷനൊക്കെ കറക്റ്റ് ആയെന്ന് തോന്നുന്നു. ഇല്ല ഞാൻ ഇവിടെ ചെയ്യണോ? ശരി. സ്നേഹമുള്ളവരെ, ചെറിയ ടെക്നിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ്. നമുക്ക് വീണ്ടും നമ്മുടെ സ്ലൈഡ് പ്രസന്റേഷനിലൂടെയുള്ള വിശ്വാസത്തെ പറ്റിയുള്ള നമ്മുടെ ഈ സെഷനിലേക്ക് വരാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധിതനായി മഹത്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് എൻ്റെ രക്ഷ നേടിത്തന്നു കഴിഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും സ്വർഗം ചെയ്തു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു രക്ഷ കണ്ടു കഴിഞ്ഞ ശിമയോനെ നമ്മൾ ദേവാലയത്തിൽ കാണുന്നുണ്ട്. ശിശുവിനെ കയ്യിലെടുത്തിട്ട്, ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നാം കണ്ടതാണ്, നിങ്ങൾക്കായി ഇന്ന് ഒരു സദ്വാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചു കഴിഞ്ഞു. ആ രക്ഷയെ കണ്ടു കഴിഞ്ഞപ്പോൾ
ശിമയോന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രത്യുത്തരമാണ്, നിന്റെ രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന്. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അവന്റെ സ്വപുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കത്തക്ക തരത്തില് അവൻ പ്രവർത്തിച്ചു. ഇനിയും മനുഷ്യന്റെ പ്രത്യുത്തരത്തിനായിട്ട് സ്വർഗം കാത്തിരിക്കുകയാണ്. എന്താണ് മനുഷ്യന് ചെയ്യേണ്ടത്? അത് അവനിൽ വിശ്വസിക്കുക എന്നതാണെങ്കിൽ, എന്താണ് വിശ്വാസം എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചേർച്ചിന്റെ 142-ാമത്തെ ഖണ്ഡികയില് ഇപ്രകാരമാണ് നാം വായിക്കുക: അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തെളിവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ ആദ്യ മാതാപിതാക്കളുടെ കൂടെ സ്വമിത്രങ്ങളോടെന്ന പോലെ ദൈവം ഉലാത്തിയതായിട്ട് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ മിത്രങ്ങളോട് സംസാരിക്കുന്നത് പോലെ അവരൊരുമിച്ച് നടന്നപ്പോഴ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിശ്വാസം ഉണ്ടായിരുന്നു. വീണ്ടും 143-ാമത്തെ ഖണ്ഡികയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. അതെ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെയും അതുപോലെ തന്നെ രാജാക്കന്മാരിലൂടെയും വലിയ വിശ്വാസത്തിന്റെ വലിയ വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസത്തില് നാം അബ്രഹത്തിലൂടെയും നോഹയിലൂടെയും മോശയിലൂടെയും ഒക്കെ കണ്ട ആ വിശ്വാസം, അത് കഴിഞ്ഞ് മറിയം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം ഒത്തിരി വിശ്വാസം ഏറ്റുപറയുന്നവരെ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട ആ വിശ്വാസം യേശുക്രിസ്തുവിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നാം വിശ്വസിക്കേണ്ടത്. ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. 2000 വർഷത്തിന് മുമ്പ് എൻ്റെ തമ്പുരാൻ കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ, കാരണം അവൻ ഒരു പാപവും ചെയ്യാത്തവനായിരുന്നു, എന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരണം ഏറ്റ് നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കല്ലറയിൽ ഒതുങ്ങുകയല്ല ചെയ്തത്, ഉയർത്ത് നമ്മെ അവന്റെ മഹത്വീകരണത്തിലൂടെയും ഉയർപ്പിലൂടെയും നമ്മെ നീതീകരിക്കുകയാണ് ചെയ്തത്. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് റോമ ലേഖനത്തിന്റെ 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശ്ലീഹ, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. നാമൊക്കെ പൊതുഗതാഗതം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവരാണ്. അവിടെ ഒരു സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന ഒരു ഡ്രൈവർ നമ്മെ യഥാസ്ഥാനത്ത്, ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്നും നമുക്ക് അപകടമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതും നമ്മുടെ ഒരു വിശ്വാസമാണ്. എങ്ങനെയാണ് ആ വിശ്വാസം ഉണ്ടായത്? ആ വിശ്വാസം നമ്മളിൽ വന്നത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയിലെ ഒരു നല്ല റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ വന്ന ഒരാളാണ് ഈ വളയം പിടിക്കുന്നതെന്നും എൻ്റെ സഹ യാത്രികരൊക്കെ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് എന്നെ ഉപദ്രവം ചെയ്യില്ല എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം, അത് നമുക്ക് കിട്ടിയത്, നമ്മുടെ അറിവ് കിട്ടിയത് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നതിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ റോമാലേഖനം പറയുന്നത് പോലെ വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഇവിടെ റോമാലേഖനത്തിലെ അപ്പോസ്തലൻ ഒന്നുകൂടി പറയുന്നു, ആ കേൾവി എന്തിനെ പറ്റി ആയിരിക്കണം? യേശുവിനെ പറ്റിയുള്ള, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വിശ്വാസത്തിൽ വളരാൻ ഇനിയും തമ്പുരാനെ പറ്റി കേൾക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നതൊന്ന് ഓർത്തെടുക്കാം. ആ ദിവസത്തിൽ 3000-ഓളം പേര് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നാം അറിയുന്നുണ്ട്.
ഒരു ഇരമ്പലോടുകൂടി അവരുടെ എല്ലാം മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവര് ഹൃദയം നുറുങ്ങി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. സ്നേഹമുള്ളവരെ, നാം എല്ലാം യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരാണ്, യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ അവനോട് ഒരുമപ്പെടാനായിട്ട് നാം ഇനിയും ചെയ്യേണ്ടത് പശ്ചാത്തപിക്കുകയും അവനോട് അനുരഞ്ജനപ്പെടുകയും ചെയ്യുക എന്നതാണ്. നമുക്കറിയാം, മനുഷ്യകുലം പാപത്തിലാണ് മരിച്ചത്. ആദ്യ മാതാപിതാക്കളുടെ ആ പാപാവസ്ഥയെ പറ്റിയൊക്കെ നാം ധ്യാനിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ യേശു പാപത്തിന് മരിച്ചവനാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരണം സ്വീകരിച്ചു. അങ്ങനെ അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് നാം സ്നാനം സ്വീകരിച്ചതെങ്കിൽ ആ സ്വീകരിച്ച നാം യേശുക്രിസ്തുവിനോടാണ് ഐക്യപ്പെടേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപത്തിൽ മരിച്ചവർ അതുകൊണ്ട് തന്നെ ഇനി പാപത്തെ ജയിച്ചവനിൽ മരിക്കണം. നാം ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവനോട് അവന്റെ സ്വഭാവത്തോട് ചേർന്ന് പോകുന്നവരെയാണ് നാം സ്നേഹിതരായിട്ട് കൂടെ കൊണ്ട് നടക്കുക, അല്ലേ? അങ്ങനെയെങ്കിൽ നാമും പാപത്തെ ജയിക്കണം. പാപത്തെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാം അനുതാപത്തില് അവനോട് ഒന്നാവാനുള്ള നമ്മുടെ ആഗ്രഹം, നമ്മുടെ അനുതാപം കൊണ്ട് നാം അവനോട് ഒന്നാവണം എന്നാണ് വിശ്വസിക്കുക എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്ന് റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ തമ്പുരാന്റെ ആ കുരിശിന്റെ മറുവശത്ത് അവനോടുകൂടി ക്രൂശിക്കപ്പെടണം. കാരണം and I am no longer live, but Christ lives in me. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില് ഞാൻ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആ കുരിശിന്റെ മറുവശത്ത് എന്നെയും അവനോട് അനുരൂപപ്പെടുവാനായിട്ട് ക്രൂശിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ അവനെ പോലെയുള്ള സ്വഭാവത്തിലേക്ക് എത്തുവാനായിട്ട് ഞാൻ അനുതാപത്തിന്റെ കൂദാശയെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയും അങ്ങനെ അനുതാപമായിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ വിശുദ്ധന്മാരെല്ലാവരും തന്നെ കുമ്പസാരക്കൂട്ടിൽ അണഞ്ഞ് അങ്ങനെ അവരിലുള്ള ആ വളരെ ചെറിയ ഒരു പാപത്തിന്റെ അവസ്ഥ പോലും ഒഴിവാക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വിശുദ്ധന്മാര് പല പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നെങ്കിൽ നാം എത്രയോ പ്രാവശ്യം, ഇപ്പോൾ തന്നെ നാം കേട്ട സാക്ഷ്യത്തിലെ മേച്ചേച്ചി നമ്മളോട് പറഞ്ഞത് എന്താണ്? മാസത്തിനൊരുന്നായിരുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ചെറിയ പാപം പോലും ചെയ്ത് ആ യേശുവിന്റെ ബലി അർപ്പിക്കാനായിട്ട് ചേച്ചി മടിക്കുന്നെങ്കിൽ ക്രിസ്തുവിലേക്ക്, വളർച്ചയിലേക്ക് ചേച്ചി എത്തി എന്നുള്ളതാണ്. നാമും നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കണമെന്ന് പറയുമ്പോൾ നമ്മിലെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിന്റെ മനുഷ്യനാണ്. ആ മനുഷ്യനെ, നമ്മളെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം എന്ന് പറയുകയാണ്. നമുക്കറിയാം അനുതാപം എന്ന് പറയുന്നത് ഇവിടെ ലേവ്യരുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് മേഴ്സി നമ്മളെ ഓർമ്മിപ്പിച്ചു. അന്ന് എല്ലാ പാപങ്ങളും ഒരു ഊനമറ്റ കുഞ്ഞാടിന്റെ മുകളില് അവര് പറഞ്ഞ് അതിനെ മരുഭൂമിയിലേക്ക് വിടുന്നത് പോലെ സ്നാപകയോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. കയ്യാഫാസും ഇനാസും പിലാത്തോസും ഒക്കെ ചെയ്തത് ഈ ലോകത്തിലുള്ള സകലരുടെയും പാപങ്ങള് ആ ഊനമറ്റ കുഞ്ഞാടായ യേശുവിന്റെ തലയിലേക്ക് ഏൽപ്പിച്ച് അവനെ മരിക്കാനായിട്ട് വിട്ടു. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. കാരണം ഞാനല്ല ഇനി ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണെന്ന് പറയുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ മരിച്ചുയർത്തെങ്കിൽ അവനോട് കൂടെ തന്നെ നാമും ഉയർക്കപ്പെടുകയും അവനോട് ഐക്യപ്പെടുകയും ചെയ്യുമെന്ന് റോമ 6:5 നമ്മൾ വായിക്കുന്ന, അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിൽ അവനോട് നാം ഐക്യപ്പെട്ടവരായിരിക്കും. ഇത് വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളെ ഓർത്ത് അനുദപിക്കാതിരിക്കാൻ കഴിയുമോ? കാരണം
എന്റെ പിതാവ് വിശുദ്ധനായിരിക്കുന്നവരെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണമെന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ആ പരിശുദ്ധി നമുക്ക് നേടുവാൻ സാധിക്കുക? നാം അതിന് വേറൊന്നും ചെയ്യേണ്ടതില്ല. യേശു ചെയ്ത 3 കാര്യങ്ങള്. ഒന്ന്, അനുരഞ്ജനം. പിതാവുമായിട്ട് അനുരഞ്ജനം. എല്ലാവരുമായിട്ട് അവനോട് തെറ്റ് ചെയ്തവരോടൊക്കെ അവൻ ഇവിടെ വെച്ച് തന്നെ പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുകയാണ്. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തോടും മനുഷ്യരോടും മറ്റു സഹജീവികളോടും കാലാവസ്ഥയോടും നമ്മുടെ ഈ സംവിധാനങ്ങളോടും നമ്മളെ ഉപദ്രവിക്കുന്നവരോടും എല്ലാം നാമും അനുരഞ്ജനപ്പെടണം. എങ്ങനെ നമുക്ക് അനുരഞ്ജനപ്പെടാൻ പറ്റും? അതിന് യേശു ചെയ്തത് നമ്മുടെയൊക്കെ പാപ പരിഹാരമാണെങ്കിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ ക്രമമായി ഓർക്കുകയും ഒന്നൊന്നായി ഏറ്റുപറയുകയും ചെയ്യുക എന്ന്. അനുരഞ്ജനമാണ് ആദ്യമായിട്ട് യേശു ചെയ്തത്. രണ്ടാമത് പാപപരിഹാരം, മൂന്നാമത് നീതീകരണമാണ്. കാരണം അവൻ ഉയർപ്പിക്കപ്പെട്ടതോടുകൂടി ഇവിടെ ലോകം അവസാനിപ്പിച്ചു. മറ്റ് ആൾ ദൈവങ്ങളായിട്ട് വന്നവരെ പോലെ കല്ലറയ്ക്കകത്ത് ഒതുങ്ങുകയല്ല ചെയ്തത്. മറിച്ച് 3-ാം ദിവസം അവൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പോകുമ്പോഴേ അവൻ നമ്മെ നീതീകരിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു എന്നുള്ള ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുറ്റബോധത്തിൽ നിന്നും അധമചിന്തകളിൽ നിന്നും ഒക്കെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതിലൂടെ ലഭിക്കുന്നത് എന്താണ്? യേശു നമുക്ക് തന്നത് സ്വാതന്ത്ര്യമാണ്. ഈ പാപത്തിൻ്റെതായിട്ടുള്ള ആ വലിയ കെട്ടുപാടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ നാമും പാപഭാരത്തിൽ നിന്നും ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഒക്കെ ഒഴിവാവണമെന്നുണ്ടെങ്കിൽ നാം ഈ ആഴ്ച മുഴുവൻ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഈ അനുതാപത്തിന്റെ ആ ഒരവസ്ഥയിലേക്ക് വരുവാൻ, അനുതാപത്തിന്റെ കൂദാശയെ സ്വീകരിക്കുക എന്നുള്ള ആ വലിയ കാര്യം നാം ചെയ്യണം. യോഹന്നാൻ ശ്ലീഹാ തന്റെ ലേഖനത്തിലെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ പറയുകയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും. അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും. കാരണം നാം ഒക്കെ പാപത്തോടുകൂടിയാണ് ജനിച്ചതെന്നും അമ്മയുടെ ഉദരത്തിലായപ്പോഴേ ഞാൻ പാപിയായിരുന്നു എന്ന് നാം വായിച്ചതും ധ്യാനിച്ചതുമാണ്. എന്നാൽ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ എന്താണ് സാധിക്കുക എന്നുള്ള യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിന്റെ അടുത്ത വാക്യത്തിൽ, 1-ാം അധ്യായത്തിന് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ ആ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് സത്യമാണ് താനും. നമുക്ക് എങ്ങനെ അനുതാപം നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? അതിനും സ്നേഹമുള്ളവരെ, നമുക്ക് അനുതാപത്തിന്റെ കൂദാശ, ആ അനുതാപത്തിന്റെ കൂടാരത്തിലേക്ക് അവിടേക്ക് ചെല്ലണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഒരു നല്ല കുമ്പസാരം നമ്മൾ നടത്താനായിട്ട് പോകുമ്പോൾ നാം എന്തൊക്കെയാണോ പാപത്തിലൂടെ നമ്മൾ പാപാവസ്ഥയും ദൈവസ്നേഹത്തിന്റെ അവസാനമൊക്കെ നമ്മൾ കണ്ടതെന്നാണ്. ദൈവത്തോടുള്ള അവരുടെ ബന്ധം വിട്ടുപോയി എന്ന് ആദിമാതാപിതാക്കളുടെ ആ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. നാം ആത്മശോധന ചെയ്യേണ്ടത് എന്റെ ദൈവത്തോട്, ഇവിടെ മേരി ചേച്ചി തന്റെ സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞു, 1-ാം പ്രമാണത്തിന്റെ ലംഘനം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്റെ ദൈവത്തോടുള്ള എന്റെ ബന്ധം, അതുപോലെ തന്നെ എന്നോട് തന്നെ എനിക്കുള്ള ബന്ധം എന്താണ്? മറ്റുള്ളവരോടുള്ള എന്റെ ബന്ധം എന്താണ്? ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം എന്താണ്? എന്റെ കുടുംബത്തോടുള്ള ബന്ധം എന്താണ്? എന്റെ സ്വന്തക്കാരോടുള്ള ബന്ധം എന്താണ്? സുഹൃത്തുക്കളോടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ നാം ആത്മശോധന ചെയ്ത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരു നല്ല കുമ്പസാരത്തിനായി നാം ഒരുങ്ങണം. ആ നല്ല കുമ്പസാരത്തില് നാം എപ്പോഴും കുമ്പസാരിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ച കാലം മുതൽ നമ്മൾ ഓർക്കുന്നത് എന്താണ്? ദൈവകൽപ്പനകൾ, 10 കൽപ്പനകൾ നമുക്ക് തന്നു. തമ്പുരാൻ വന്നപ്പോഴും പുതിയ കൽപ്പനയൊന്നും തന്നില്ല. 10 കൽപ്പനകളെ ഒന്ന് ക്രോഡീകരിച്ച് 3 കൽപ്പനകള് ദൈവവും നാമും തമ്മിലുള്ള ബന്ധം, 4-ാമത്തെ കൽപ്പന മുതൽ 10 വരെയുള്ള കൽപ്പനകളെ ഞാനും സഹോദരനും തമ്മിലുള്ള ബന്ധം, എന്റെ സകല ശക്തിയോടും എന്റെ സകല ആത്മാവോടും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവോടും കൂടി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ എന്റെ ഭാവമായിട്ട് കരുതുന്നുണ്ടോ? ഞാനും എന്റെ സഹോദരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ 1 മുതൽ 3 കൽപ്പനകളും 4-ാം കൽപ്പന മുതൽ 10 കൽപ്പനകൾ വരെയുള്ള കൽപ്പനകളിലെ എന്റെ പാലനം എങ്ങനെയാണ്? തിരുസഭയുടെ 5 കൽപ്പനകളെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ദിവസത്തെ ഞാൻ ഏറ്റവും മനോഹരമാക്കുന്ന ആളാണോ? ഞാൻ എന്റെ പാപ സങ്കീർത്തന കൂദാശയിലെ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നവനാണ്? 3 പാപങ്ങൾ: നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി.
അസൂയ, മടി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊക്കെ എത്രമാത്രം അടിമപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതാവസ്ഥയിൽ ഞാൻ എല്ലാവരോടും ഒരു നല്ല ബന്ധത്തിൽ പോകുന്ന ആളാണോ, അതോ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുമ്പോൾ എൻ്റെ പല ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്യുമ്പോൾ അതെൻ്റെ കടമയാണെന്നുള്ളത് മറന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഊറ്റം കൊള്ളുകയും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? അങ്ങനെ ഒരു നല്ല കുമ്പസാരത്തിന് നമ്മൾ പോകുമ്പോൾ പിതാവായ ദൈവത്തോട്, കാരണം സ്നേഹം മാത്രമായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുമ്പസാരത്തിലെ ജീവിതത്തിലെ, അതുപോലെ നമുക്ക് പരിശുദ്ധമായിട്ടുള്ള ഈ കൂദാശയെ തരുവാനായിട്ടുള്ള ആ സാധ്യത ഉണ്ടാക്കിയ എൻ്റെ ഈശോയെ എനിക്ക് തന്ന പരിശുദ്ധ മാതാവിനോടും മിഖായേൽ മാലാഖയോടും സ്നാപക യോഹന്നാനോടും അതുപോലെ പൗലോസ് പത്രോസ് സ്ലീഹന്മാരോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പിതാവെ അങ്ങയോട് എന്ന് പറയുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ആ ബഹുമാനപ്പെട്ട വൈദികനോടും എന്നോട് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് തെറ്റായി പോയി. ലാറ്റിൻ റൈറ്റിൽ നമ്മൾ കുർബാനയില് പങ്കെടുക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ അവിടെ ഉപേക്ഷയാൽ വന്ന പാപങ്ങളെ പറ്റി പോലും നാം അനുദപിക്കുന്നുണ്ട് എന്ന് കുർബാന തുടങ്ങുമ്പോഴത്തുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവൃത്തിയാൽ വന്നത് മാത്രമല്ല, ചിന്തയിൽ വന്നത് മാത്രമല്ല, ഉപേക്ഷയാൽ വന്ന പാപങ്ങളെ പോലും. അങ്ങനെ പാപങ്ങളെ പറ്റി നമ്മൾ നല്ല കുമ്പസാരം നടത്തുമ്പോൾ ഘോരപാപവും ലഘുപാപവും പലപ്പോഴും കുമ്പസാരത്തിൽ നമുക്ക് പറ്റുന്ന ഒരു അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നാം ലഘുപാപങ്ങളും ഘോരപാപങ്ങളെയും തമ്മിൽ വേർതിരിക്കാനോ ലഘുപാപങ്ങളെ കൂടുതലായിട്ട് അച്ഛന്റെ മുമ്പിൽ പറയുവാനായിട്ട്, അങ്ങനെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാപത്തിൽ ഏത് മനോഭാവത്തിലാണ് പാപ അവസ്ഥയിലേക്ക് നാം വന്നത്, എത്ര പ്രാവശ്യം നമ്മൾ ആ പാപത്തിന്റെ അവസ്ഥയിൽ കടന്നുപോയി, എത്ര നാളായി ഈ തഴക്കദോഷത്തിലൂടെ ഞാൻ പോകുന്നുണ്ട് എന്ന് ഓർത്ത് അനുദപിച്ച് ഒരു നല്ല കുമ്പസാരം. അതിനാണ് കുമ്പസാരത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പാപങ്ങൾ കൃത്യമായി ഓർക്കണം, അതിനെപ്പറ്റി മനസ്തപിക്കണം, മേലിൽ പാപം ചെയ്യില്ലെന്ന് നാം ഒരു പ്രതിജ്ഞ ചെയ്യണം, ചെയ്തു പോയ പാപങ്ങളെല്ലാം വൈദികനെ നമ്മൾ ഓർമ്മിപ്പിക്കും, നമ്മൾ പറയണം. പുരോഹിതൻ നൽകുന്ന ആ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എല്ലാ കടങ്ങളും എഴുതി തള്ളുന്ന ഈ കുമ്പസാരക്കൂട്ടിൽ ഞാൻ അണയുമ്പോൾ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കാൻ, തന്നെ ദ്രോഹിച്ച, ഒരു പാപവും ഒരു കുറ്റവും തന്നെ ഇല്ലാതിരുന്നിട്ട് പോലും തന്നെ ദ്രോഹിച്ച എല്ലാവരോടും കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ നിരുപാധികം ക്ഷമിക്കുകയും പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ആ മനോഭാവത്തിലേക്ക് അങ്ങനെ നാം ചെയ്യുമ്പോൾ, റോമലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞു രക്ഷയിലേക്ക് പോകുവാനായിട്ടാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എത്ര സിമ്പിൾ ആയിട്ടാണ് വിശ്വസിച്ച് രക്ഷയിലേക്ക് പോകാനുള്ള കാര്യം റോമാലേഖനം 10:9 നമ്മളോട് പറയുക. അവൻ വിശ്വസിക്കേണ്ടത് എന്താണ്? കർത്താവാണ്, അവൻ എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകിയെന്ന് യോഹന്നാൻ 1:12 നാം വായിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളായിരുന്നു, കാരണം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം അവനെതിരായിട്ട് പിശാചിന്റെ പ്രലോഭനത്തിൽ വന്ന് ആ മക്കളിൽ സ്ഥാനത്ത് മാറിയെങ്കിൽ ഇവിടെ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാനായിട്ട് ദൈവം കഴിവ് നൽകി എന്ന് നാം വിശ്വസിക്കണം. ഇവിടെ വിശ്വാസത്തിലേക്ക് ഉറയ്ക്കുവാനായിട്ട് അനുതാപത്തില് നാം കൂടുതൽ ആഴപ്പെടണം. വിശ്വസിച്ച് നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്കും വരാനായിട്ട് യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്താജി ജനിച്ചതും വളർന്നതും ഒക്കെ. അവിടെ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നടന്ന ഒരു ധ്യാനത്തില്, അന്ന് മലങ്കര സഭയിലുള്ള ഒരു അച്ഛനാണ് ഇവിടെ വാർഷിക ധ്യാനത്തിന് വന്നത്. അച്ഛൻ ഒരു സംഭവം പറയുകയാണ്. അച്ഛൻ ഒരു സെമിനാരിയിലെ റെക്ടറാണ്. റെക്ടറായിട്ടിരിക്കുന്ന അച്ഛൻ ഈ പറയുന്ന അടുത്ത ആഴ്ചയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്ന ഡീക്കന്മാരോട് ചോദിക്കുകയാണ്, ഏതായിരിക്കും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ അപരിയമായ സ്നേഹത്തെ പറ്റിയുള്ള ഒരു
കാര്യം നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഡീക്കന്മാർ അവര് പ്രത്യേകിച്ച് ഒരാഴ്ചക്കകത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൊണ്ട് ഒരൊത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അന്ന് ആ അച്ഛൻ പറഞ്ഞത് ആ അധ്യാനഗുരു പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുകയാണ്. യോഹന്നാൻ 16 വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചത്. ശരിയല്ലേ? ഒന്ന് വായിച്ചു നോക്കുക ഒരു പ്രാവശ്യം കൂടി. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് കൊണ്ടാണ് നാം ഒക്കെ ഇന്ന് ഈ പറയുന്ന തരത്തില് ഈ ക്ലാസ്സിൽ പോലും ഇരിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായതെന്ന് നാം വിശ്വസിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് വിശ്വസിച്ചാൽ ദൈവ മക്കളാവാം, രക്ഷയിലേക്കും നിത്യജീവനിലേക്കുമാണ് നാം എന്ന് യേശു നമ്മളോട് പറയുകയാണ്. 6:47 യോഹന്നാന്റെ അധ്യായം. വിശ്വാസത്തിന്റെ പ്രതിഫലം ഇതൊക്കെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് മോഷ്ടാവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയും അവസാനം ആ മോഷ്ടാവെന്നുള്ള ലേബലിൽ തന്നെ മരിക്കുകയും ചെയ്ത, യേശുവിനോട് മരിക്കുകയും ചെയ്ത 2 കള്ളന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ആ മോഷ്ടാവ് വലതുവശത്തുണ്ടായിരുന്നവൻ, അവൻ സ്വർഗത്തെ പോലും കട്ടെടുത്തവൻ. കാരണം തന്റെ സഹ മോഷ്ടാവായിട്ട് യേശുവിനോടൊപ്പം ഇടതുവശത്ത് വിടുന്ന ആ കള്ളൻ പറയുകയാണ്, ദുഷിച്ചു പറഞ്ഞപ്പോഴേ ഉടനെ വീണ്ടും അവനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നാം ചെയ്തത് എന്താണ്, അതിന്റെ പ്രതിഫലമാണ് നമുക്കെന്നറിയാം, പക്ഷേ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും നീതിമാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രാർത്ഥന, അവിടെ വെച്ചൊരു അനുതാപം, അവൻ ഇതുവരെ ചെയ്തതെല്ലാം അവൻ വിട്ടുകൊടുത്തിട്ട് അവൻ പറയുകയാണ്, നാഥ നീ നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോ എന്നെയും കൂടി ഓർക്കണമേ. അവിടെ വെച്ച് ദൈവം അവനെ അവിടെ വെച്ച് ആ കുമ്പസാരക്കൂട് പോലെയുള്ള ആ കുരിശിൽ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, നീ ഇന്ന് എന്റെ കൂടെ പറുദീസയിലായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ പാപം എത്ര ഘോരമാണെങ്കിലും അത് ചുവന്നതാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയാക്കുവാൻ കഴിവുള്ളവനായിട്ടുള്ള നമ്മുടെ തമ്പുരാന്റെ മുമ്പില് നമ്മുടെ പാപത്തിന്റെ ഭാരത്തെ മുഴുവൻ, നമ്മുടെ അവസ്ഥയെ മുഴുവനും എന്ന് നമുക്ക് തുറന്ന് ഒരു കുമ്പസാര കൂട്ടില് എത്തുന്നോ അന്ന് നമ്മൾ അവനിൽ വിശ്വസിച്ച് അവനെ പോലെ ആകുവാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളത് ഓർത്ത്, അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയുവാൻ, അവന്റെ നാമത്തിൽ പാപവിമോചനം നേടുവാൻ ഈ ആഴ്ച നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നാം തീർച്ചയായിട്ടും ഈ ആഴ്ചയിലെ കുമ്പസാരക്കൂട്ടിലേക്ക് അണയണം. കൃത്യമായി പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് നമ്മുടെ പാപങ്ങൾ ക്രമമായി പുരോഹിതന്റെ അടുക്കൽ പറയുവാനും, കുമ്പസാരത്തിന്റെ ജപമൊക്കെ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുമ്പസാരിക്കുന്നത്, അല്ലെങ്കിൽ കുമ്പസാരത്തിന്റെ ജപം എന്തുകൊണ്ട് സഭ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കി തന്നിരിക്കുന്നത് മനസ്സിലാക്കാനേ. കാരണം എന്നിൽ വിശ്വാസം ജനിപ്പിക്കുവാനായിട്ട് കഷ്ടപ്പെട്ട പിതാവായ ദൈവവും പരിശുദ്ധ അമ്മയും സ്നാപയോഹന്നാനോ പത്രോസ് പൗലോസ് ലീഹന്മാരും സകല വിശുദ്ധരും എന്നിൽ വിശ്വാസം കൊണ്ട് തന്ന വിശുദ്ധ തോമായോടും ഒക്കെ ഞാൻ ഓരോ പാപവും ചെയ്യുമ്പോൾ അവർക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് കുമ്പസാരത്തിന്റെ ഉദാശയിലൂടെ ആ ദൈവത്തെ സ്നേഹിക്കുവാനും ആ ദൈവത്തിന് വിശ്വസിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു അഗസ്റ്റിൻ ചേട്ടാ. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ നമ്മോട് സംസാരിക്കുന്നു എന്നും പാപത്തിൽ ജനിച്ച നാം പാപത്തെ ജയിച്ച യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെടണമെന്നും ഇവിടെ അഗസ്റ്റിൻ ചേട്ടൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. താങ്ക് യു അഗസ്റ്റിൻ ചേട്ടാ. അടുത്തതായി വൈൻഡപ്പ് സെഷൻ നമ്മുടെ മിസിയോ കുടുംബത്തിന്റെ അമ്മയും മാർഗദർശിയും ജീവദാടിയുമായ ആലീസ് കുട്ടി ചേച്ചിയെ ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഏതായാലും നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 3 സെഷൻസിലൂടെ നമ്മൾ കേട്ടത് ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത നമ്മുടെ പാപാവസ്ഥയാണെന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കേട്ടത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഇവരെല്ലാം പറഞ്ഞു ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് നമ്മളെ ഫ്രീ ആക്കി നമ്മുടെ പാപകടങ്ങളെല്ലാം വീട്ടി സ്വതന്ത്രരാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ സ്വന്തമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ച് ഈ അനുഭവം നമ്മുടേതാകുള്ളൂ. പറഞ്ഞില്ലേ,
സെയിന്റ് അഗസ്റ്റിൻ കണ്ടു പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരൊക്കെ പറഞ്ഞത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ നമ്മൾ കേട്ട കാര്യങ്ങള്. ഈ ഒരാഴ്ച ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ എളിമയോടെ ഒന്ന് എല്ലാരോടും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഇവരൊക്കെ വിശദീകരിച്ചു തന്നില്ല. നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് നല്ലൊരു കുമ്പസാരം കഴിക്കാനുള്ള എന്തിനാ നമ്മളിങ്ങനെ കുമ്പസാരമൊക്കെ ഇത്രയും ഒരുങ്ങിപ്പിടിച്ച് ചെയ്യുന്നത്? തമ്പുരാൻ 2000 കൊല്ലം പറഞ്ഞില്ലേ, അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും ഒക്കെ തീർത്ത് വെച്ചിരിക്കുക. ഇന്ന് നമ്മുടേതാകണമെങ്കിൽ നമ്മള് ഇതൊന്ന് കൊണ്ടുപോയി സഭയാകുന്ന ട്രഷറിയിൽ ഇട്ടിരിക്കുന്നത് ഒന്ന് ചെക്ക് എഴുതി എടുക്കണം. അപ്പം നമുക്ക് എന്തുമാത്രം പാപമോചനം വേണമോ അത്രയും നമ്മൾ അങ്ങോട്ട് ചെക്ക് എഴുതി കൊണ്ട് കൊടുത്താൽ, അവരൊക്കെ പറഞ്ഞല്ലോ 1:9 പാപം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ നുണയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുക, എന്നാൽ നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഇതൊരു വലിയ കാര്യമാണ്. ഞാൻ ചിലപ്പോൾ അവർക്ക് പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇരുമ്പലൊക്കെ വിഴുങ്ങിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ മതിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് സിമ്പിൾ. നമുക്കിത് അത്ര സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വിഷമമാണ്. കർത്താവ് പറയുന്നുണ്ടെന്നറിയാവോ, നിങ്ങൾ അത് നേരിട്ട് പറഞ്ഞാൽ മതി, മുഴുവൻ ക്ഷമിക്കാവുന്ന അല്ലേ? ആ കുരിശ കിടന്ന കള്ളന്റെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ? അവിടെ കിടന്നുകൊണ്ട് കൂട്ടുകാരൻ കള്ളനോട് പറയണ, നമ്മൾ ചെയ്ത് തെറ്റുള്ളതാ, ഇവനാണെങ്കിൽ ഒരു പാവം ചെയ്യാതെയാ, കർത്താവ് എന്നെ കൂടെ നോർക്കണേന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇന്ന് നീ എന്നോട് കൂടെ പരദീസായി. അത്ര സിമ്പിളാണ് ദൈവം, അത്രയും സ്നേഹമാണ്. അപ്പൊ തമ്പുരാന്റെ അടുക്കിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കടന്നു ചെല്ലാം. ഈ ആഴ്ചയില് എല്ലാരും നന്നായിട്ട്, അതായത് എവിടെയൊക്കെയാണോ പാളിച്ചകൾ ക്രമക്കേട് വന്നു വിട്ടിട്ടുള്ളത് അതൊക്കെ നന്നായിട്ടൊന്ന് കണ്ടുപിടിച്ച് നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് എന്താണേലും ഈ ആഴ്ച എല്ലാരും നല്ലൊരു കുമ്പസാരം കഴിക്കും കേട്ടോ. നല്ലൊരു കുമ്പസാരം കഴിച്ചിട്ട് അടുത്ത ആഴ്ച ഈ പറഞ്ഞില്ലേ, ഈ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തതിനോട് നമ്മുടെ പ്രത്യുത്തരം വിശ്വാസവും മാനസാന്തരവും. ഇപ്പൊ നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റി മാത്രമാണ് ഇന്ന് ആലോചിക്കുന്നത്. അത് പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ആ പാപമോചനം നമ്മുടെ സ്വന്തമാക്കുക. എന്നിട്ട് വേണം നമുക്ക് ജീവിതം മുഴുവനും തമ്പുരാന്റെ കരങ്ങളിലോട്ട് കൊണ്ടു കൊടുക്കാൻ. അത് അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഈ ആഴ്ചയില് നിങ്ങൾ ചുമ്മാ ഒന്ന് നല്ലോണം ഒരുങ്ങിക്കോ. അത്ര സിമ്പിളാണ്. ദൈവം നമുക്ക് ആർക്കും വിചാരിക്കാനാവാത്ത തരത്തില് സിമ്പിളാണ്. അതുകൊണ്ട് നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വിഷമമാണ്. പക്ഷെ നമ്മളതൊന്ന് വിശ്വസിക്കുമെങ്കിൽ, പറഞ്ഞില്ലേ, തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെന്നേ. അപ്പം പുത്രനെ പോലെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ അടുക്കലോട്ട് ചെന്നിട്ട് ഈ പുത്രനെ ഒന്ന് ഏറ്റുവാങ്ങുന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ ഒരു കുമ്പസാരം എന്നൊക്കെ പറയുന്നത്. കർത്താവ് ഇത്രയും ബെസവേലിക്ക് വന്നുപോയി ചെയ്തെല്ലാം കർത്താവ് വീട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയത്തില്ല. ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു വലിയ എനിക്കൊരു 10 ലക്ഷം എന്നൊക്കെ, പണ്ടൊക്കെ 10 ലക്ഷം വലിയതൊക്കെ, ഇപ്പൊ അതൊന്നും അല്ലെന്ന് എനിക്കറിയാം. അനേകർക്ക് ഈ ഒരു 10 ലക്ഷം രൂപയുടെ കടം വന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് നടക്കുക എങ്ങനെയാ വീട്ടുകാന്ന്. അപ്പോഴാ ഈ ടോമിച്ചൻ ഒരു ദിവസം പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരാളൊരു 50 ലക്ഷം രൂപ തന്നു, ചേച്ചിക്ക് ഞാനൊരു 10 ലക്ഷം രൂപ തരാൻ പോവാന്ന്. അയ്യോ ചോദിച്ചാ ഞാനാണ് ഈ 10 ലക്ഷം എങ്ങനെ വീട്ടുകാരെന്ന് അറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു പറയുമ്പോ ശരിക്കും അതങ്ങോട്ട് വീട്ടിൽ കഴിഞ്ഞാൽ എനിക്ക് ചിലയിടത്ത് കിട്ടിയാ പോരെ. അത്ര സിമ്പിളാ. കർത്താവ് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞ് 2000 കൊല്ലം മുമ്പേ ഇന്ന് നമ്മളെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊന്ന് ഒരു ചെക്കെടുത്താണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്, ആരോടൊക്കെയാണ് നമുക്ക് പ്രശ്നമുള്ളതെന്നൊക്കെ ഒന്ന് ഈ കുത്തിയിരുന്ന് ഒരുങ്ങിയിട്ട് ഒന്ന് എളിമയോടെ ചെന്നൊന്ന് കുമ്പസാരിച്ചാൽ, പണ്ട് കർത്താവ് പറഞ്ഞില്ലേ, പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് തരുന്നു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുമോ അത് മോചിക്കപ്പെടും, ആരുടെ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെടും. ചിലപ്പോ പറയില്ലേ, ചില മനുഷ്യരൊക്കെ പറയും, ഓ അച്ഛന്മാരോടൊന്നും കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, നേരെയാണെന്ന്. പക്ഷെ കർത്താവ് ഇങ്ങനെയാ വെച്ചതെങ്കിൽ നേരെ ചെന്നാൽ കർത്താവിന് തരാൻ പറ്റുകയില്ല. നമുക്കുള്ളതെല്ലാം സഭയാകുന്ന ബാങ്കിൽ ഇട്ടിരിക്കുക. അവിടുത്തെ കാഴ്ചമാര്
അച്ഛന്മാരും പത്രന്മാരും ഒക്കെയാ. അവരുടെ അടുക്ക ചെന്ന് ഏറ്റു പറഞ്ഞാൽ അവര് പറയും ഈശോമിശിഹ കുരിശിൽ മരിച്ചത് വഴി നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിലിരിക്കുന്ന സന്തോഷത്തോടെ സമാധാനത്തിൽ പൊക്കോളാൻ. അപ്പൊ ഈ ആഴ്ച നമുക്ക് നല്ലോണം ഒന്ന് ഒരുങ്ങിയിട്ട് നല്ലൊരു ഉപസാരം അങ്ങോട്ട് കഴിക്കാം. അതിന്റെ ഒരു സ്വാതന്ത്ര്യം ഒന്ന് തുള്ളിച്ചാടി ജീവിക്കാൻ നമുക്ക് ആകട്ടെ. എന്നിട്ട് വേണം അടുത്ത ആഴ്ചയിൽ ജീവിതം മുഴുവനും കൂടെ കർത്താവിന്റെ പക്കലോട്ട് കൊണ്ട് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് കർത്താവ് നമ്മുടെ അങ്ങോട്ട് വെക്കുമ്പോൾ അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി. പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് തന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മളെല്ലാരും അങ്ങനെ ദൈവ മക്കളായിട്ട് തുള്ളിച്ചാടി പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. എന്റെ ആദ്യപടിയാണ് കുമ്പസാരം. ക്ഷമിക്കണം, കുമ്പസാരിക്കണം, പിന്നെ സമർപ്പണം, അടുത്ത മാനസാന്തരം. അതും കഴിഞ്ഞ് ഇതൊക്കെ കൃത്യമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങള്. ദ ഗ്രേറ്റസ്റ്റ് ട്രൂത്ത്സ് ആർ ദ സിംപ്ലസ്റ്റ്. തമ്പുരാന്റെ അടുക്കൽ വളരെ ലളിതം പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വിശ്വസിച്ച് അങ്ങോട്ട് ചെന്നാൽ നമുക്കാർക്കും വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അതിനിടയാകട്ടെ. എല്ലാവരും ഈ ആഴ്ച നമ്മളെല്ലാരും നല്ലൊരു കുമ്പസാരം കഴിക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് ഫ്രീ ആകുന്നു. അടുത്ത ആഴ്ച പിന്നത്തെ കാര്യം പറയും. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലിസ്കുട്ടി ചേച്ചി. നമ്മുടെ വിശ്വാസ പ്രത്യുത്തരം എളിമപ്പെടലും ക്ഷമിക്കലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മുന്നേറണമെന്നാണ് ആലിസ്കുട്ടി ചേച്ചി നമ്മോട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് ഒരുങ്ങി പാപമോചന കൂദാശ സ്വീകരിക്കുകയും ചെയ്യാം. താങ്ക് യു ആലിസ്കുട്ടി ചേച്ചി. അടുത്തത് നമ്മുടെ പിതാവിന്റെ സന്ദേശമാണ്. നമുക്ക് പിതാവിനെ കാതോർക്കാം. ഇന്ന് പിതാവില്ല, പിതാവ് തിരക്കാണ്. ഓക്കെ ചേട്ടാ. അടുത്തത് ഏതാനും അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ: എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജ് സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോ ഉണ്ടോ എന്ന് അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുമെന്ന കാര്യം ഓർക്കുമല്ലോ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസുകളുള്ള ഫുൾ കറിക്മ കോഴ്സ് മെയ് 8 മുതൽ 13 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജൂൺ മാസം 7 മുതൽ 12 വരെ മിസിയോ ഭവനിൽ നടത്തപ്പെടുന്ന റെസിഡൻഷ്യൽ കോഴ്സ് ഇംഗ്ലീഷിൽ ആയിരിക്കുമെന്നും അറിയിക്കുന്നു. 2 പ്രോഗ്രാമിലും പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ നടത്തിയ മിസിയോ കോഴ്സിന്റെ തുടർച്ചയായി ആലിസ് ആന്റിയുടെ നേതൃത്വത്തിലുള്ള മിസിയോ ടീം മെയ് മാസം 24, 25, 26 തീയതികളിൽ ലോഗോസ് റിട്രീറ്റ് സെന്ററിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് മാത്രമായി ക്ലാസുകൾ നൽകുന്നു. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. അടുത്തതായി സമാപന സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ഫാദർ ജൂബി പീറ്ററെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, സമാപന സന്ദേശം. ഹലോ, കേൾക്കാമോ ഞാൻ പറയുന്നു? കേൾക്കാം, പറഞ്ഞു. പ്രിയപ്പെട്ട, എന്റെ ഇവിടെ കറണ്ട് പോയി. ആലിസുട്ടി ചേച്ചി പറഞ്ഞ അതേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം എന്ന് പറയുന്നത് ദൈവത്തോടാണല്ലോ. മോശയിലാണ് നമുക്ക് ആദ്യത്തെ പ്രത്യുത്തരം കാണാനായിട്ട് സാധിക്കുന്നത്. മോശ തൻ്റെ ചെരിപ്പഴിച്ചു മാറ്റണമെന്നും
താൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നപ്പോഴ് സ്വയം എളിമപ്പെടാനും അദ്ദേഹത്തിന് പലരോടും ക്ഷമിക്കാനും പലരോടും നിരപ്പാകാനും ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമാണ്, ആ ചെരുപ്പ് അഴിച്ചു മാറ്റാൻ അദ്ദേഹം തയ്യാറായപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് വിശ്വാസത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ച ദൈവവിളിയോട് വിശ്വാസത്തിലൂടെ പ്രത്യുത്തരിക്കാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം യഥാർത്ഥത്തില് നടക്കണമെങ്കിൽ വിശ്വാസം എളിമപ്പെട്ട വ്യക്തികൾ സ്വീകരിച്ച് ആ എളിമയിൽ നിന്ന് എളിമയുടെ ഫലം ക്ഷമയുടെയും നിരുപാധികം സ്നേഹിക്കുന്നതിൻ്റെയും സാക്ഷ്യത്തിലൂടെ പ്രകടമാക്കിയെങ്കിൽ മാത്രമേ ആ വിശ്വാസ പ്രഘോഷണം യഥാർത്ഥത്തിൽ സ്വീകാര്യമാകുകയുള്ളൂ. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറയുന്നതുകൊണ്ടാണ് വിശ്വാസ പ്രഘോഷണത്തിന്റെ എണ്ണവും കുറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറയുക എന്ന് പറഞ്ഞാൽ വിശ്വാസം എളിമപ്പെട്ട് സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. അതായത് വിശ്വാസത്തിന്റെ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രഘോഷണം പലപ്പോഴും നടക്കാതെ പോകുന്നത്. എവിടെയെങ്കിലും വിശ്വാസ പ്രഘോഷണം ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തികൾ വ്യക്തിപരമായി ആ വിശ്വാസത്തോട് അവരുടെ പ്രത്യുത്തരം യഥാർത്ഥത്തിൽ നടത്തി എന്നുള്ളതാണ്. നമുക്കും ഈ കാലയളവില് വിശ്വാസ പ്രഘോഷണത്തിന്റെ ശരിയായ പാതയിലൂടെ നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. വിശ്വാസത്തിന്റെ പ്രത്യുത്തരം വ്യക്തിപരമായി നാം സ്വയം എളിമപ്പെട്ടും നിരുപാധികം ക്ഷമിച്ചും കർത്താവിനെ പോലെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിക്കുന്നവരോട് ക്ഷമിക്കണമേ, അവരുടെ പാപങ്ങൾ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയ്ക്ക് മാത്രമേ ആ വിശ്വാസ പ്രഘോഷണത്തിന്റെ ശരിയായ മാനം നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈശോ നമുക്ക് കാണിച്ചു തന്ന മാർഗം അതാണല്ലോ. ഈ അവസരത്തില് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ടോമി ചേട്ടനോട് പറയുകയുണ്ടായി, എനിക്ക് ഞാനത് വ്യക്തമായിട്ട് ഈ വിഷയത്തിന്മേല് ഒരു സന്ദേശം തരാനായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ടോമി ചേട്ടൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് കർത്താവ് തോന്നിച്ച, പരിശുദ്ധാത്മാവ് തോന്നിച്ച ഒരു ചിന്ത മാത്രം ഞാൻ പങ്കുവെച്ചുകൊണ്ട് സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും തന്റെ ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും നാം ഓരോരുത്തരുടെ മേലും സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയിലും
ബേബിയച്ച കാണാനും കേൾക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ. എന്നെ പറ്റിയാവോ? അച്ഛന്റെ കണക്ഷൻ പോയി. അച്ഛന്റെ കണക്ഷൻ പോയി ചേച്ചി. നമുക്ക് പാട്ടുണ്ടെ പാട്ട് പഠിക്കോട്ടെ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി, ഇരുഴലമുട്ടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി, കാൽവരി കൊന്നൻ മനസ്സിൽ കാണും നിന്നു ഞാൻ, ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ സ്നേഹം നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ല അതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.